എൻ്റെ പൊന്നടാവേ, ഒരു മോഡലിന് വേണ്ടി ഇത്രയും ദൂരം പറഞ്ഞ വല്ല ആവശ്യം ഉണ്ടായിരുന്നു? എടാ അല്ലാതെ ഞാൻ എന്നാ ചെയ്യാനാ? നിനക്കറിയാമല്ലോ ഞാൻ ഈ ബിസിനസ് തുടങ്ങാൻ പെടുന്ന പാടൊക്കെ. എടാ അവിടെ താലി വരെ പണയത്തിലാ. എടാ എനിക്കറിയാടാ. എടാ നമ്മളവിടെ ഒന്നുകൂടെ തപ്പിട്ട് വന്നാൽ പോരായിരുന്നു? എടാ നമ്മളിവിടെ മോഡൽസ് ഇല്ലാഞ്ഞിട്ടൊന്നും അല്ല, പക്ഷെ എല്ലാവരും നല്ല റേറ്റാണ് ചോദിക്കുന്നത്. ഈ കുട്ടി മാത്രമാണ് പറഞ്ഞ് അവസരം മതി, പൈസ ഒന്നും വേണ്ടെന്ന്. എടാ അതല്ലടാ, ഇത്രയും ദൂരം വന്നോണ്ട് ഞാൻ പറഞ്ഞെന്നേ ഉള്ളൂ. എടാ ദേ അവർ വരുന്നുണ്ട്. കുറേ നേരമായി വന്നിട്ട്. ആ കുറച്ച് നേരമായി. വേഗം വേണം, എനിക്ക് പോയിട്ട് വേറെ പണിയുണ്ട്. അയ്യോ നിങ്ങൾ തെറുതി വെക്കല്ലേ, നിങ്ങൾ ഫ്രീ ആന്ന് പറഞ്ഞുകൊണ്ടല്ലേ ഞാൻ ഇത്രയും ദൂരം വന്നത്. ചേട്ടാ ഞാൻ ഓക്കെയാ, പുള്ളിക്കാരന് മൈൻഡ് ചെയ്യണ്ട. കസിനാ, ഒറ്റയ്ക്ക് പോകണ്ടെന്ന് പറഞ്ഞ് അമ്മ കൂടെ വിട്ടതാ. ആ ഓക്കെ ഓക്കെ. എടാ ഒന്ന് ക്യാമറ പെട്ടെന്ന് സെറ്റാക്ക്. ആ ഓക്കേടാ. ചേട്ടാ ഈ കോസ്റ്റ്യൂമൊക്കെ ഇവിടെ ഒന്ന് കാണിക്കുമോ? ആ ഓക്കെ. ഇതേനെ മേളിൽ കൂടി ഇട്ടാൽ മതി കേട്ടോ. കുറച്ച് കുറച്ച് മുടി. ആ എടുക്കുവാണേ, റെഡിയല്ലേ? കൊള്ളോ? താങ്ക്സ് കേട്ടോ. തുടക്കത്തിന് ഇത്രയും ഫോട്ടോസൊക്കെ മതി. ഫോട്ടോസ് എല്ലാം ഓക്കെ അല്ലേ ഏട്ടാ? ഇനി എടുക്കണേന് ഞാൻ റെഡി ആട്ടോ. ദേ ഫോട്ടോസൊക്കെ അടിപൊളിയാ കേട്ടോ. നമുക്കെന്നാ എന്തേലും വെള്ളം കുടിച്ചിട്ട് പിരിയാല്ലേ? ഓ ഷുവർ. വെള്ളമോ? അത് താൻ തന്നെ ഞാൻ കുടിച്ചാൽ മതി. തനിക്ക് വേണ്ടിയല്ലേ മെനക്കേടൊക്കെ. എന്നിട്ട് വെള്ളം എന്നെ കൊണ്ട് കൂടുതലും പറയിപ്പിക്കല്ലേ. അല്ല ഞാൻ ഉദ്ദേശിച്ചേ നമുക്ക് ജ്യൂസ് വല്ലതും കുടിച്ചിട്ട് പിരിയാന്നാ. താൻ കാശ് തന്നാൽ മതി, എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ വാങ്ങി കഴിച്ചോളാം. ഡീ നീ എത്രയാണ് നമ്മുടെ എമൗണ്ട് പറഞ്ഞേക്കുന്നേ? ചേട്ടാ അതൊക്കെ അവർ പിന്നെ തന്നോളൂ, നമുക്ക് പോവാം. പിന്നെയോ? അതൊന്നും പറ്റത്തില്ല. ഡാ നിൻ്റെ പൈസ വല്ലതും ഉണ്ടോ? എൻ്റെ തിരിച്ചു പോകാനുള്ള വണ്ടിക്കൂലി മാത്രമേ ഉള്ളൂ. എടാ കൂടിപ്പോൾ ഒരു 500 രൂപ കാണത്തുള്ളൂ. എന്നാ നീ ഇങ്ങടെ, ഞാനത് വീട്ടിൽ ചെന്നിട്ട് സെറ്റാക്കി തരാം. എന്നതാ ചേട്ടാ, കുറച്ച് മാനേഴ്സ് ഒക്കെ കാണിച്ചോളൂ. എന്നാ മനസ്സ്, സ്പോട്ടിൽ പൈസ മേടിച്ചില്ലല്ലേ, എനക്ക് നല്ല പണി കിട്ടും. പൈസ വന്നു, ഗൂഗിൾ പേ ഇട്ടിട്ടുണ്ടാവില്ല. ആ എന്നാ വാ, നല്ല വിശപ്പ്, ബിരിയാണി മേടിച്ചിരണം. ഞാനിപ്പോൾ വരാം. മരണേ സോറി കേട്ടോ, നിങ്ങൾക്ക് പൈസ ഒന്നും വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളൊന്നും കൈ കരുതിയിട്ടില്ല. ഇതൊരു 500 രൂപ ഉണ്ട്, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണേ. ചേട്ടാ പൈസ ഒന്നും വേണ്ട, അയാൾക്ക് വട്ട. നിങ്ങളുടെ പൈസ തന്നു ഞാൻ അയാളോട് കള്ളം പറഞ്ഞു, അയാൾക്കത് കേട്ടാൽ മതി. എന്നാലും ഇത് വണ്ടിക്കൂലിക്ക് ഇരിക്കട്ടെ. പുള്ളിക്ക് എന്തെങ്കിലും ജ്യൂസ് വല്ലതും മേടിച്ചു കൊടുക്കാമല്ലോ. അതൊന്നും വേണ്ട. ചിലരുണ്ട് എന്നാ ചെയ്താലും അത് ലാഭം നോക്കുന്നത്, എന്നെ ആ കൂട്ടത്തിൽ പെടുത്തണ്ട. എന്നാലും അതല്ലല്ലോ. ഒരു കുഴപ്പമില്ല ഏട്ടാ, എനിക്ക് വലുതെൻ്റെ സന്തോഷം. പിന്നെ ഇതുകൊണ്ട് എന്തെങ്കിലും ബെനിഫിറ്റ് നിങ്ങൾക്ക് ഉണ്ടായാൽ അത് മതി എനിക്ക്. ക്ലിക്കാവുമെന്ന് ഞങ്ങൾക്കറിയത്തില്ല, പക്ഷേ രക്ഷപ്പെട്ട മറക്കത്തില്ല കേട്ടോ. എന്നാൽ ശരി, പോട്ടെ.